നമസ്കാരം, ചാനൽ 91 ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകൾ. സപ്ലൈകോ റംസാൻ ഫെയറുകൾ മാർച്ച് 30 വരെ, വിഷു ഈസ്റ്റർ ഫെയർ ഏപ്രിൽ 10 മുതൽ 19 വരെ. ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഈ ഹോസ്പിറ്റൽ സംവിധാനം. KPMS തൃശൂർ ജില്ലാ സമ്മേളനം ചാലക്കുടിയിൽ MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. CPI പാലാരിവട്ടം ലോക്കൽ സമ്മേളനം നടന്നു. ജനവാസ കേന്ദ്രത്തിലെ തണ്ണീർത്തടങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ജനകീയ കൂട്ടായ്മ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സപ്ലൈകോ റംസാൻ ഫെയറുകൾ മാർച്ച് 30 വരെ സംഘടിപ്പിക്കും. തിരുവനന്തപുരത്ത് 25-നും മറ്റ് ജില്ലകളിൽ 26-നുമാണ് റംസാൻ ഫെയറിന് തുടക്കമാകുക. വിഷു ഈസ്റ്റർ ഫെയർ ഏപ്രിൽ 10 മുതൽ 19 വരെയാണ് സംഘടിപ്പിക്കുക. ഈ വർഷത്തെ റംസാൻ, വിഷു, ഈസ്റ്റർ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ തിരുവനന്തപുരം ഫോർട്ട് പീപ്പിൾ ബസാറിൽ ഇന്ന് രാവിലെ 10:30 നിർവഹിക്കും. ആന്റണി രാജു MLA അധ്യക്ഷത വഹിക്കും. എല്ലാ ജില്ലകളിലെയും പ്രധാന സപ്ലൈകോ വിൽപ്പനശാലകളാണ് റംസാൻ ഫെയറാക്കി മാറ്റുന്നത്. 13-ന് സബ്സിഡി സാധനങ്ങൾ ലഭ്യമാകുന്നതിന് പുറമെ 10-ലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറുകളും റംസാൻ ഫെയറിൽ ലഭ്യമായിരിക്കും. സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും വിലക്കുറവ് മാർച്ച് 30 വരെ നൽകും. തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ ഈ ഹോസ്പിറ്റൽ സംവിധാനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീർനാകുന്നൽ നിർവഹിച്ചു. രോഗികൾക്ക് വളരെ എളുപ്പത്തിൽ ആഭ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിനോടൊപ്പം QR കോഡ് സ്കാൻ ചെയ്ത് ഓൺലൈനായി OP ടിക്കറ്റ് എടുക്കുവാനുള്ള സൗകര്യം ഈ ഹോസ്പിറ്റലിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾ ഈ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. ജില്ലയിൽ ഈ ഹോസ്പിറ്റൽ സംവിധാനം നിലവിൽ വരുന്ന ഭാരതീയ ചികിത്സാ വകുപ്പിലെ ആദ്യത്തെ ആശുപത്രിയാണ് തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രി. നവീകരിച്ച നേത്രരോഗ വിഭാഗത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീല PC-യും ഹെർബൽ ഗാർഡൻ ഉദ്ഘാടനം ആശുപത്രി വികസന സമിതി അംഗം PC ജോയും നിർവഹിച്ചു. KPMS തൃശൂർ ജില്ലാ സമ്മേളനം ചാലക്കുടിയിൽ MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ട്രഷറർ CA ശിവൻ മുഖ്യപ്രഭാഷണം നടത്തി. PV ഉമേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷിബു വാലപ്പൻ, കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസർ RLV രാമകൃഷ്ണൻ, സംഘടനാ സെക്രട്ടറി ലോചന നമ്പാട്ട്, വൈസ് പ്രസിഡന്റ് PK രാമകൃഷ്ണൻ, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംവരണം ഭരണഘടനയുടെ 9-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്ന സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആശാവർക്കർമാരുടെ സമരത്തിന് സമ്മേളനം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പുതിയ ഭാരവാഹികളായി KT ചന്ദ്രനെ പ്രസിഡന്റായും ബാബു കാളക്കലിനെ സെക്രട്ടറിയായും PC ബാബുവിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. CPI പാലാരിവട്ടം ലോക്കൽ സമ്മേളനം പൈപ്പ് ലൈൻ ജംഗ്ഷനിലെ K വേണു നഗറിൽ വെച്ച് നടന്നു. പൊതുസമ്മേളനം ജില്ലാ കൗൺസിൽ അംഗം TC സഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ബീന കോമളൻ അധ്യക്ഷത വഹിച്ചു. തൃക്കാക്കര മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PK സുധീർ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം PB അജയൻ, ലോക്കൽ സെക്രട്ടറി CD ദിലീപ്, മിനി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പൈപ്പ് ലൈനിലെ നൈജി ബിനോജ് നഗറിൽ വെച്ച് നടന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MM ജോർജ് ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളായ KG കോമളൻ, KA അച്യുതൻ, T രാധാകൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. ലോക്കൽ സെക്രട്ടറി CD ദിലീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൃക്കാക്കര മണ്ഡലം സെക്രട്ടറി KK സന്തോഷ് ബാബു, അസിസ്റ്റന്റ് സെക്രട്ടറി PK സുധീർ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KP ആൽബർട്ട്, പ്രമേഷ് V ബാബു, ജോസഫ് സർദോ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറിയായി CD ദിലീപ് ഉൾപ്പെടെ 9 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ജനവാസ കേന്ദ്രത്തിലെ മാലിന്യ കൂമ്പാരമായി മാറിയ തണ്ണീർത്തടങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത ജനകീയ കൂട്ടായ്മ നാടിന് മാതൃകയായി. കുമ്പളം പഞ്ചായത്തിലെ വടക്കൻ ഭാഗത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ലക്ഷം വീട് പരിസരത്ത് 2 ഏക്കറോളം വരുന്ന ചതുപ്പ് നിലമാണ് ഒരുമ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ശുചിയാക്കിയത്. പ്ലാസ്റ്റിക് കുപ്പി, മറ്റ് മാലിന്യങ്ങൾ എന്നിവ കൊണ്ട് നിറഞ്ഞതിനെ തുടർന്ന് ഇവിടെ ജനങ്ങൾ പകർച്ചവ്യാധി ഭീതിയിലായിരുന്നു. മഴക്കാലമായാൽ ഇവയെല്ലാം ഒഴുകി വീടുകളിലേക്ക് എത്തുന്ന സ്ഥിതിയായിരുന്നു. കുമ്പളം നോർത്തിലെ മനോജ് മാഷ്, ബിജു, ശശി, ജോസി, ജോയി, മണികണ്ഠൻ, അനിയപ്പൻ, ധർമ്മൻ തുടങ്ങിയവരാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇതോടെ ചാനൽ 91 ന്യൂസ് അപ്ഡേറ്റ് സമാപിച്ചു. ശുഭദിനം.